Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്ന് 8th October ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമുക്ക് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ വന്ന സ്കാൽപ്പിംഗ് എൻട്രി ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഇന്നത്തെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസും അതെല്ലാം കമ്മോഡിറ്റിയുടെയും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരേ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്ത് ഓപ്ഷൻ, ഇക്വിറ്റീസ്, കമ്മോഡിറ്റീസ്, ഫോറക്സ്, കോമെക്സ്, ക്രിപ്റ്റോ ഉൾപ്പെടെ എല്ലാ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിംഗ്, സ്കാൽപ്പിംഗ് എല്ലാം സെയിം സ്ട്രാറ്റജി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മളിപ്പോൾ കാണിക്കുന്ന ലൈവ് വീഡിയോ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ലൈവായിട്ട് ഒരു 1 day ഡെമോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് 25,200 പുട്ട്സ് അടി വന്ന എൻട്രിയാണ്. നമുക്ക് ബൈ വന്നിരിക്കുന്നത് 249.55 2.5 അറൗണ്ടിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് സിഗ്നൽ വന്ന് 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. കൺഫർമേഷൻ എന്ന് പറയുന്നത് ആരോടെ താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ഇവിടെ ബൈ സോൺ ആയിരിക്കണം. 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ട്രേഡ് ചെയ്യേണ്ടത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമ്മുടെ ഏത് ബ്രോക്കറാണോ, അതായത് ഇതിൽ കൂടെ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ് മാത്രമാണ്. ട്രേഡ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ 249.55 അറൗണ്ടാണ് നമുക്ക് സിഗ്നൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സിറ്റ് ലെവൽ കൂടെ സോഫ്റ്റ്വെയറിനെ കാണിച്ചു തരും. 262, 272 ആൻഡ് 281 3 ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചത് പുട്ട് സൈഡിൽ വന്നിട്ടാണ്. നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ചാർട്ടാണ്. നമ്മുടെ സോഫ്റ്റിനകത്ത് ഓപ്ഷൻ്റെ ഇതുപോലെ സെപ്പറേറ്റ് ചാർട്ട് അതിന് അവൈലബിൾ ആണ്. ഈ ഓപ്ഷൻ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് എങ്ങനെ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ സെലക്ഷനും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡെമോൺസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും ഇതെങ്ങനെയാണ് നമുക്ക് സെലക്ഷൻ ചെയ്യുന്നത്, അതായത് സ്ട്രൈക്ക് സെലക്ഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇനി ഞാൻ കാണിക്കുന്നത് അദാനി പോർട്ടിൻ്റെയാണ്. അദാനി പോർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ 1413 നിൽക്കുകയാണ്. നമുക്ക് ഈ വൈറ്റ് ബോട്ടിക്കുള്ള ഡേ സെപ്പറേഷൻ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബൈസിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നല്ലൊരു കയറ്റമാണ് കയറുന്നത്. നമുക്ക് ബൈ വന്നിരിക്കുന്നത് ഇവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ 1367 അറൗണ്ടാണ് നമുക്ക് ബൈ വന്ന. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയായിരുന്നു. അറൗണ്ട് 1424 അറൗണ്ട് വരെ മാർക്കറ്റ് 24 മേളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇപ്പം മാർക്കറ്റിൽ നിന്ന് റിവേഴ്സ് പോവാണ്. സെല്ല് വന്ന് കൺഫേം അല്ല. സെല്ലിൻ്റെ കൺഫർമേഷൻ താഴത്തെ ബാർ റെഡും പ്രൈസ് സെൽ സോൺ ആയിരിക്കണം. അത് കൺഫേം അല്ലാതാണ് ഇപ്പോൾ എടുക്കേണ്ട. ബൈ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ക്യാനിലാണ് എൻട്രി ചെയ്യേണ്ടത്. ഏത് സിഗ്നലാണ് അതിൻ്റെ വെരി നെക്സ്റ്റ് ക്യാനിലെ ഓപ്പണിംഗ് പ്രൈസിലാണ് നമുക്ക് എൻട്രി വരുന്നത്. ബൈ ആണെങ്കിൽ താഴത്തെ ബാർ ഇതുപോലെ ഗ്രീനും പ്രൈസ് ബൈ സോൺ ആയിരിക്കണം. രാവിലെ തൊട്ട് ട്രേഡ് മതി നമുക്കൊരു ആക്ച്വലി പ്രോഫിറ്റ് വരാണ്ട് ആ ഒരു ട്രേഡ് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന ട്രേഡ് കൺഫേം അല്ല. അതുപോലെ അദാനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദാനിയിൽ നമുക്കൊരു കണ്ടിന്യൂഷൻ നടന്നത്. കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എൻട്രി എടുക്കണമെന്ന്. ബ്രേക്ക് ഔട്ട് എൻട്രിയാണ്. റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് ഡയറക്റ്റ് നമുക്ക് ബൈ ചെയ്യാറുണ്ട്. അവിടെ നല്ല രീതിയിൽ കയറി മാർക്കറ്റ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്. പക്ഷേ ഇപ്പോഴും ബൈ സോൺ തന്നെയാണ്. അത് ഇനിയും കയറാനാണ് ചാൻസ്. ഇനി കാണിക്കുന്ന ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിലിൻ്റെ 50 മിനിറ്റിൽ വന്ന ട്രേഡാണ്. നമുക്ക് സെയിൽ സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൺഫേം ആയത് ഈ ഒരു ക്യാൻഡിലാണ്. താഴത്തെ ബാറ് ഈ ഒരു ടൈമിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ബൈ വന്നത് അത് കൺഫേം അല്ലായിരുന്നു. അതിന് ചെറുതായിട്ട് കയറിയിട്ട് ഇതേ സപ്പോർട്ട് എടുത്ത ലെവൽ വെച്ച് നമുക്ക് അവിടെ നിന്ന് എടുക്കാമായിരുന്നു. 6371 അറൗണ്ട് നമുക്ക് കൺഫർമേഷൻ വന്നു. അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. 21 വരെ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് 50-ൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ സോഫ്റ്റ്വെയർ നമുക്ക് എല്ലാ വേൾഡ് മാർക്കറ്റിനെ സപ്പോർട്ട് ഒരേ സ്ട്രാറ്റജിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഫോളോ ചെയ്യാവുന്നൊരു സ്ട്രാറ്റജിയാണ് ഞാൻ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.